ഹായ് ഹലോ. അപ്പം ലക്ഷ്മി നക്ഷത്ര ഒരു പെർഫ്യൂം ഉണ്ടാക്കി എന്നുള്ളൊരു വിഷയത്തിൽ സുധിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവും ഒക്കെ ഇട്ട് വീഡിയോ ഇടുന്നവരുമുണ്ട്. ഇതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ലക്ഷ്മി യുടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഇതേ കണക്കൊക്കെ തോന്നിയിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക ലക്ഷ്മി ആരാണെന്നും. ലക്ഷ്മി അടക്കമുള്ള സ്റ്റാർ മാജിക്കിലെ കുറച്ച് ലേഡീസ്, ഇവിടെ ലേഡീസിൻ്റെ കരുത്തുനിന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലേഡീസ് അപ്പോൾ അനു, ശ്രീവിദ്യ, ഡയാന, അങ്ങനെ ഉള്ള ആൾക്കാരെല്ലാം ചേർന്ന് സുധിച്ചേട്ടൻ്റെ വീടിന് ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ പലരും കാണുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നില്ല. അവർ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറയുന്നു ഈ പൈസയൊക്കെ സുധിച്ചേട്ടന് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, നിങ്ങൾ എത്ര മില്യൺ കണ്ടു അതിൽ കൂടുതൽ പൈസ അല്ലെങ്കിൽ എമൗണ്ട് ലക്ഷ്മി അടക്കമുള്ള അല്ലെങ്കിൽ ഡസൻ പൈസയ്ക്ക് മുകളിൽ പണം കൊടുത്തിട്ടുള്ള സ്റ്റാർ മാജിക്കിലെ നല്ല ഹൃദയമുള്ള കുറേ ലേഡീസ് കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട് എന്നുള്ളത്, അവരുടെ കാരുണ്യത്തിൽ തന്നെയാണ് സുധിച്ചേട്ടൻ്റെ ഫാമിലി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ പ്രശ്നം തീരും. പിന്നെ ഈ കോണ്ടൻറ് മേക്കിങ്ങിനൊക്കെ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാ തെണ്ടികളും, ഈ ഇരുന്ന് വീഡിയോ ഇടുന്ന എല്ലാ തെണ്ടികളും ഈ കോണ്ടൻ്റ് എല്ലാം മേക്ക് ചെയ്യുന്നത് തന്നെയാണ്, ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ജെന്യൂനായ ഒരു കോണ്ടൻറ്റ് മേക്ക് ചെയ്തുകൂടാ? ആക്ച്വലി അവരുടെ വീട്ടുകാർക്ക് പെർഫ്യൂം ആവശ്യമാണ്. അവർ വീഡിയോ എടുത്തത് മാത്രം ഇങ്ങനെ കുറ്റമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൻ്റെ അമ്മയുടെയൊക്കെ അല്ലെങ്കിൽ കെട്ടിയവൻ്റെയൊക്കെ സാമീപ്യം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ കേരളത്തിൽ എത്രമാത്രം ഇതുണ്ടായിരുന്നു, അത് സങ്കടപ്പെടുത്തുമെന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം. എന്നിരുന്നാൽ പോലും ഇത് ആഘോഷിക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് ലക്ഷ്മി നക്ഷത്രയെ ഒട്ടിച്ചിട്ട് വേട്ടയാടുക കുറേ നാളായി, അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഞാനും കഴിഞ്ഞ വർഷം ലക്ഷ്മിക്കെതിരെ വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം ലക്ഷ്മിയെപ്പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. ലക്ഷ്മിയെപ്പറ്റി ഞാൻ അന്വേഷിക്കാൻ നേരത്തെ ലക്ഷ്മി ഒരുപാട് പേർക്ക് അന്നമാകുന്ന ഒരാളാണ്. ലക്ഷ്മി ആയാലും അനു ആയാലും ശ്രീവിദ്യ ആയാലും ഒക്കെ ഒരുപാട് പേർക്ക് അവരെ സഹായിക്കുന്ന വ്യക്തികളാണ്. അവരെ വേട്ടയാടാൻ കിട്ടുന്ന ഒരു ചാൻസ് ഈ പറയുന്ന കിക്കെന്ന് പറയുന്നൊരു സംഘടനയുടെ കുറേ അംഗങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്മിക്കെതിരെ വീഡിയോ ഇടാൻ തന്നെ കിക്കിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം കിക്കെന്ന് പറയുന്നൊരു സംഘടന ഈ പറയുമാതിരി ഇവരെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടൻറ്റുകൾ ഇല്ലാതാവണം എന്നാഗ്രഹിക്കുന്നതിൽ അവരുടേതായ കാര്യങ്ങൾ കാണും. ഇവരെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ കിക്കുമായിട്ട് ഒരു അടുപ്പമൊന്നും ഈ പറയുന്ന സ്റ്റാർ മാജിക് കണ്ടസ്റ്റൻറ്റുകൾക്കോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ ഇല്ല. അപ്പോൾ അവരെ മാക്സിമം വിറ്റ് തിന്നുക, നെഗറ്റീവ് അടിക്കുക, ഇത് തന്നെയാണ് കോണ്ടൻറ്റ്. നിങ്ങൾക്കറിയാത്ത സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, കിക്കെന്ന് പറയുന്ന സംഘടന ബേസ് ചെയ്ത് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ റെഗുലറി ഒരുപാട് ബിസിനസ് പൊളിയുന്ന സംഭവങ്ങൾ ഒക്കെ വരുന്നതിൻ്റെ പിറകിൽ കിക്കെന്ന സംഘടനയ്ക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം. അപ്പോൾ ഈ ഇങ്ങനെ കിക്കുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെയൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ട് ലക്ഷ്മി, അതേ കണക്ക് അനു, അതേ കണക്ക് അങ്ങനെ ഈ സ്റ്റാർ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഇവർ കോണ്ടൻറ് മേക്കേഴ്സ് തന്നെ ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ, ഉദാഹരണം നമ്മുടെ JB ജംഗ്ഷനെ തന്നെ വല്ലാതെ എന്താ പറയുന്നത് ഇറിറ്റേറ്റ് ചെയ്യുക, അവരെ മോശം പറയുക എന്നുള്ളൊരു പ്രവണതയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ഇപ്പോൾ ഷാജൻ സക്രിയ സഹിതമുള്ള ആൾക്കാർ, മറുനാടൻ സഹിതമുള്ള ആൾക്കാർ യഥാർത്ഥമായിട്ട് കിക്കിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ കിക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. പുള്ളി ചെയ്യുന്ന പല വീഡിയോകൾ പോലും ഈ ഗ്രാജുവലിയാണ് ഞാൻ അറിയുന്നത്. ഈ പുള്ളി സാഗരേട്ടൻ ചെയ്യുന്നത്, പുള്ളിയുടെ പിന്നെ എന്താ പറയുന്നത് കണ്ടൻറ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ സാജൻ സക്രിയ വരെ ചെയ്യുന്ന കോണ്ടൻറ്റ് കിക്കു പറഞ്ഞിട്ട് പല കോണ്ടൻറ്റും ചെയ്യുന്നുണ്ട്. എല്ലാമെന്നും ഞാൻ പറയത്തില്ല കേട്ടോ, പല കോണ്ടൻറ്റും ചെയ്യുന്നുണ്ട്. മറുനാടനായാലും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇതൊരു മാഫി കണക്ക്, ഇപ്പോൾ ജെന്യുവൻ കോണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇല്ലാതാകാൻ വേണ്ടി ഒരു മാഫി കണക്ക് തുടർന്ന് വന്നിരിക്കുകയാണ്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഈ കിക്കെന്ന് പറയുന്ന സംഘടന ഒരു കൊട്ടേഷൻ ടീമാണെന്നും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിങ്ങളുടേതായ രീതിയിൽ എന്താ പറയുന്നത് ജെന്യുവൻ കോണ്ടൻറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ലക്ഷ്മിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.